എല്ലാ സ്നേഹബന്ധങ്ങളിലും ഒരു വിശ്വാസമുണ്ട്. സ്നേഹിക്കുന്നയാൾ ഒരിക്കലും വേദനിപ്പിക്കില്ലെന്നും ഒന്നിന്റെ പേരിലും വഞ്ചിക്കില്ല എന്നും ഉള്ള വിശ്വാസം. ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ തകർന്നു പോകുന്നത് ആ ബന്ധം മാത്രമല്ല, ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ഹൃദയം കൂടിയാണ്. രൂപം കൊണ്ട് ആരെയും വിലയിരുത്താനാകില്ല. ആരുടെയും സഹായമില്ലാത്തപ്പോൾ അകറ്റി നിർത്തിയവരായിരിക്കും ചിലപ്പോൾ അപ്രതീക്ഷിത സഹായവുമായി വരുന്നത്. മറ്റുള്ളവരുടെ പ്രശംസ മാത്രം ആഗ്രഹിച്ച് ഒന്നും ചെയ്യരുത്. നമ്മൾക്ക് പ്രശംസ ലഭിക്കുന്നത് പ്രചോദനം നൽകുന്ന കാര്യം തന്നെയാണ്. ആരും നമ്മളെ പ്രശംസിച്ചില്ല എങ്കിലും ഒരിക്കലും സങ്കടപ്പെടരുത്. മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുന്നു എന്നതിനർത്ഥം അവരാണ് ശരി എന്നല്ല. നമ്മൾ അവരോട് നമുക്ക് വേണ്ടി ക്ഷമിക്കുന്നു എന്നാണ്. നമ്മൾ ക്ഷമാശീലരായാൽ ജീവിതം സുഖകരമായി മുന്നോട്ടു പോകും. നമുക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും. ജീവിതത്തിൽ ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിക്കാൻ നമ്മുടെ ജീവിതത്തിൽ മുൻപ് സന്തോഷം ലഭിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. സ്വയം പ്രചോദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധേയനാണെങ്കിലും ഉള്ളത് കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരും. വിജയത്തിലേക്കുള്ള വഴി ഒരിക്കലും നേരെയായിരിക്കില്ല. എന്നാൽ വിജയിച്ചാൽ എല്ലാ വഴിയും നേരെയാകും. സ്നേഹിക്കുന്ന കുടുംബവും കൈവശമുള്ള സമ്പത്തിൽ തൃപ്തിയുമുള്ള മനസ്സുമുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഈ ഭൂമി സുന്ദരമാകും. നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. ഒരു നല്ല ചിന്തയോട് മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക. ഇന്നത്തെ ദിവസം മോശമായിരുന്നെങ്കിലും നാളത്തെ ദിവസം നന്നാകുവാൻ അത് സഹായിക്കും. ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും. അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീരുന്നത് വരെ നമ്മൾ കാത്തിരിക്കരുത്. എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും. നിങ്ങൾ ഭയത്തെ മറികടക്കുക. ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. എല്ലായ്പ്പോഴും നുണ പറയുന്ന, അമിതമായി പണം ചിലവഴിക്കുന്ന സ്ത്രീകൾ അപകടകാരികളാണ്. ജാഗ്രത. നേടാൻ പ്രയാസമുള്ളതും നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതുമായ 3 കാര്യങ്ങൾ: സ്നേഹം, ബഹുമാനം, വിശ്വാസം. നമുക്ക് മാത്രമല്ല, നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എന്നുള്ള സത്യം ഉൾക്കൊള്ളുക. കൊടുങ്കാറ്റിന്റെ ഒടുവിൽ നല്ലതേ വരും എന്ന് ചിന്തിക്കുക. മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി വയ്ക്കുക. ജീവിതത്തിൽ എപ്പോഴും ഒരു നല്ല വ്യക്തിയാവുക. നാം അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല. മനസ്സിൽ നന്മയുള്ളവർ തീർച്ചയായും അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് അഭിനയമായി മാറും. മൃദുവായ സ്വഭാവം ബലഹീനതയായി കാണരുത്. ഓർമ്മിക്കുക, വെള്ളം പോലെ മൃദുവായത് വേറെ ഒന്നുമില്ല. പക്ഷേ അതിന്റെ ശക്തിക്ക് ഏറ്റവും ശക്തമായ പാറകളെ പോലും തകർക്കാൻ കഴിയും. നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യരുടെ നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണു തുറന്നു നോക്കേണ്ടത് നിങ്ങളുടെ കുറവുകളോട് കൂടി നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ്. മനസമാധാനം അവിടെയാണ്, അവിടെ മാത്രമാണ്. മനസ്സിന്റെ സന്തോഷവും സംതൃപ്തിയുമാണ് ഒരു മനുഷ്യന് സമാധാനം കൈവരുത്തുന്നത്. നേർത്ത മഴത്തുള്ളികൾ കുളിർമ നൽകും പോലെ സമാധാനം നമ്മുടെ ജീവിതം ശാന്തമാക്കുന്നു. നാം ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ വഴി മറ്റൊരാൾക്ക് സന്തോഷം ലഭിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും നല്ല പുണ്യങ്ങളിലൊന്ന്. തെറ്റായ പാതയിലൂടെ കൂടുതൽ ആളുകളുമായി നടക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കണ്ടെത്തിയ നേർവഴിയിലൂടെ തനിച്ചു നടക്കുന്നതാണ്. ഒരു പ്രാവശ്യം ജയിക്കാനായി നിങ്ങൾ പലതവണ തോൽക്കേണ്ടി വന്നേക്കാം. എല്ലാത്തിനും പരാതി പറഞ്ഞു നടക്കുന്നവർ വിജയം അർഹിക്കുന്നില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്നത് തന്നെയാണ്. സ്വന്തം വ്യക്തിത്വം തിരിച്ചറിഞ്ഞാൽ പരാജയപ്പെടില്ല. എപ്പോഴും വിനയം പ്രകടിപ്പിക്കുകയും നിസ്സാരമായ ഉപകാരങ്ങൾക്ക് കൃതജ്ഞത ഉണ്ടായിരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്നതാണ്.
ഒന്നിനെപ്പറ്റിയും അമിതമായി ആലോചിക്കരുത്. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും. ഒന്നിനു വേണ്ടിയും അമിതമായി യാചിക്കരുത്. നിങ്ങൾ അപമാനിക്കപ്പെട്ടേക്കാം. അമിതമായി ആശങ്കപ്പെടുന്നത് വ്യർത്ഥമാണ്. ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ല. ഈ സമയവും കടന്നു പോകും. ജീവിതം മുന്നോട്ടു പോകട്ടെ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറക്കാൻ ചിറകുകളും തിരിച്ചുയരാനുള്ള വേരുകളും നിങ്ങളെ സ്നേഹിക്കാൻ കാരണങ്ങളും നൽകുക. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിന്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. പൂർണ്ണതയ്ക്കു വേണ്ടിയല്ല, പുരോഗതിക്കായി പരിശ്രമിക്കുക. ചിലപ്പോൾ തോൽവികൾ തുടർച്ചയായി സംഭവിക്കും. അതിലൊന്നും പിന്മാറാതെ വിജയം നേടിയെടുക്കാൻ വീണ്ടും വീണ്ടും പരിശ്രമിക്കുക. ഒടുവിൽ നിരന്തര പരിശ്രമം നമുക്ക് വിജയം നേടിത്തരിക തന്നെ ചെയ്യും. ജീവിതത്തിൽ ദുഃഖിതരാണെങ്കിലും ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം പെരുമാറുന്ന സ്ത്രീകൾ കൂടുതൽ നിഷ്കളങ്കരാണെന്ന് പഠനങ്ങൾ പറയുന്നു. വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയും നമ്മോടൊപ്പം നിൽക്കുന്നവരെയും കണ്ടെത്താൻ കഴിയുക. ജീവിതത്തെ ഒരു ഓട്ട മത്സരത്തിനോട് ഉപമിക്കാം. പക്ഷേ വിജയിയാകുന്നത് ആദ്യം ഓടിയെത്തുന്നവരല്ല, അവസാനം വരെ ഓടുന്നവരാണ്. ഇരുട്ടിലും വെളിച്ചത്തിലും ഒരാളാകാൻ കഴിയുന്നവരാണ് അണയാത്ത വിളക്കാകുക. അല്ലാത്തവർ വിളക്കാകും, പക്ഷെ വെളിച്ചമുണ്ടാകില്ല. തുടക്കം അത് ഇന്നിൽ നിന്നാവണം. നാളെയാവുമ്പോൾ വീണ്ടും അത് നാളത്തേക്ക് മാറ്റപ്പെടും. ഒരു കാര്യം നടക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ മുൻപിൽ കാണുന്നതെല്ലാം സാധ്യതകളായിരിക്കും. മറിച്ചാണെങ്കിൽ എല്ലാം തടസ്സങ്ങളും. വിജയം നേടാൻ ശ്രമിക്കുക. അസൂയയെ മാറ്റി നിർത്തുക. അറിവ് സമ്പാദിച്ചു കൊണ്ടിരിക്കുക. സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. ജീവിത യാഥാർത്ഥ്യങ്ങളോടൊപ്പം സ്വന്തം ഇഷ്ടങ്ങളും ചേർക്കുന്നത് കൊണ്ടാണ് കുടുംബ ബന്ധങ്ങളിൽ പലതും തകർന്നു പോകുന്നത്. നമ്മൾ ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് നാളുകൾ എടുക്കാം, തളർന്നു പോയേക്കാം. എങ്കിലും മനസ്സിനുള്ളിൽ ചെറുകനലുണ്ടെങ്കിൽ അത് തീയായി പടർത്തുവാൻ നിമിഷങ്ങൾ വേണ്ട.